പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ ഞാൻ മക്കളെ ആശീർവദിക്കുന്നു. ഈശോയെ, എവിടെയെങ്കിലും യാത്ര ചെയ്യുന്ന മുമ്പ് ഇതൊന്ന് കൂടിയിട്ട് പോണവരുണ്ട്. ഈശോയെ, അവർ മക്കളുടെ ഇന്നത്തെ മുഴുവൻ യാത്രകൾ ഞാൻ അങ്ങേക്ക് ഏൽപ്പിക്കുന്നു. അവരുടെ കണ്ണുനീര് ഉപ്പണം കർത്താവേ. അവർ പോകുന്ന ഇടങ്ങളിൽ നീ അവിടെ കൂടെ പോകണം. പലരും ഒറ്റക്കാണ്. പലരും അവർ ഒറ്റക്ക് പോയിട്ട് നടക്കാത്ത പല കാര്യങ്ങൾക്ക് വേണ്ടിയാണ് പോണത്. ഓഫീസിലായാലും കോളേജിലായാലും സ്കൂളിലായാലും പരീക്ഷയ്ക്കായാലും ജോലിക്കായാലും ഇൻ്റർവ്യൂവിനായാലും മറ്റ് റവന്യൂ ആയിട്ടുള്ള കാര്യങ്ങൾക്കായാലും കർത്താവ് അങ്ങയുടെ മക്കൾ പോകുന്ന ഇടങ്ങളിലെല്ലാം
ഐ വിൽ കം വിത്ത് യു വേറെവർ യു ഗോ. ലോകത്തെ ആവേശപ്പെടുത്തുന്ന അങ്ങയുടെ അഭിഷേക വചനമാണ്. നീ എവിടെ പോയാലും ഞാൻ നിലവുണ്ടാകും. കർത്താവെ, ഞങ്ങൾ ആഴമായത് വിശ്വസിച്ചുകൊണ്ട് കർത്താവ് ഈ മക്കൾ നിന്നെയും കൊണ്ടുപോകാൻ ഇടയാക്കണമേ. അമ്മയെ പരിശുദ്ധമേ, സമയത്തിൻ്റെ അധികാരി സഞ്ചാരി മാതാവേ, അങ്ങയുടെ മക്കളുടെ കൂടെ സഞ്ചരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവായ സർവ്വേശ്വര എന്നേക്കും ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ വാഗ്ദാന പേടകത്തിൽ അധിഷ്ഠിതമായ ഒരു പ്രാർത്ഥനാ ജീവിതമാണ് ഉടമ്പടിക്കുള്ളത്. ഇപ്പം നമ്മൾ ഉടമ്പടിയിൽ ദൈവത്തോട് എന്താ പറയണത്? കർത്താവേ, അങ്ങയുടെ വാഗ്ദാനം പ്രാപിക്കാൻ ഞാൻ അങ്ങ് പറഞ്ഞ പോലെ ചെയ്ത് ജീവിച്ചോളാമെന്നാണ്. ഇപ്പം പുറപ്പാട് ജീവിതത്തിൽ നോക്കുമ്പോൾ എന്തൊക്കെ സംഭവിക്കുന്നുണ്ട്? ഇപ്പം ഇവർ ജെറിക്കോ കോട്ട പൊടിക്കുന്നുണ്ട് അല്ലേ? പിന്നെ ജോർദാൻ വറ്റിക്കുന്നുണ്ട്. ഈ ജെറിക്കോ കോട്ട പൊടിക്കുമ്പോഴും ജോർദാൻ വറ്റിക്കുമ്പോഴും അവിടുത്തെ താരമാരാ? വാഗ്ദാന പേടകമാണ്. വാഗ്ദാന പേടകം പുരോഹിതന്മാരുടെ തോളിലുണ്ടെങ്കിലാണ് ഈ ജെറിക്കോ കോട്ട പൊടിക്കാൻ പറ്റത്തുള്ളൂ. വാഗ്ദാന പേടകം പുരോഹിതന്മാരുടെ തോളിലുണ്ടെങ്കിലാണ് നമ്മുടെ ജോർദാൻ വറ്റിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ വാഗ്ദാന പേടത്തെ കാവുന്ന പ്രാർത്ഥനാ ജീവിതമാണ് ഉടമ്പടി. ജോഷുവ 6:4. 7 പുരോഹിതന്മാർ ആട്ടിൻ കൊമ്പ് കൊണ്ടുള്ള 7 കാഹളവും പിടിച്ച് വാഗ്ദാന പേടകത്തിന്റെ മുമ്പിലൂടെ നടക്കണം. 7-ാം ദിവസം പുരോഹിതന്മാർ കാഹളം മുഴക്കുകയും നിങ്ങൾ പട്ടണത്തിന് ചുറ്റും 7 പ്രാവശ്യം നടക്കുകയും വേണം. അവർ കാഹളം മുഴക്കുന്നത് കേൾക്കുമ്പോൾ നിങ്ങൾ ആർത്തട്ടഹസിക്കണം. അപ്പോൾ പട്ടണത്തിന്റെ മതിൽ നിലംപതിക്കും. പട്ടണത്തിന്റെ മതിൽ നിലംപതിക്കുന്നതിന്റെ കാരണം എന്താണ്? ഒന്ന്, വാഗ്ദാന പേടകയുടെ തോളിലിരിക്കണതും ഈ കാഹളം മുഴക്കുമ്പോൾ പട്ടണം തള്ളിയിടുന്ന ആരാണ്? അത് കാഹളത്തിന്റെ സ്വരം കേട്ടിട്ടല്ല, മറിച്ച് യഹോവ തന്നെയാണ് തള്ളിയിടണത്. പക്ഷേ യഹോവയോട് വിശ്വസ്തത കാണിക്കുന്ന ജീവിതമാണ് അവർക്ക് ഉള്ളത്. ഇനി ജോർദാന്റെ വായിച്ച് ജോഷുവ 3:14-15. തങ്ങൾക്ക് മുമ്പേ വാഗ്ദാന പേടകം വഹിച്ചുകൊണ്ട് പോകുന്ന പുരോഹിതന്മാരുടെ കൂടെ ജോർദാൻ നദി കടക്കുന്നതിന് കൂടാരങ്ങളിൽ നിന്ന് പുറപ്പെട്ടു. വാഗ്ദാന പേടകം വഹിച്ചിരുന്നവർ ജോർദാൻ നദീതീരത്തെത്തി. പേടകം വഹിച്ചിരുന്ന പുരോഹിതന്മാരുടെ പാദങ്ങൾ ജലത്തെ സ്പർശിച്ചു. കൊയ്ത്തുകാലം മുഴുവൻ ജോർദാൻ കരകവിഞ്ഞൊഴുകുക പതിവാണ്. വെള്ളത്തിന്റെ ഒഴുക്ക് നിലച്ചു. അതെന്താ സംഭവിച്ചു കഴിഞ്ഞാല്, ഈ വാഗ്ദാന പേടകം കാവുന്ന പുരോഹിതൻ ജോർദാനിൽ ചവിട്ടിയപ്പോൾ ജോർദാൻ പിടർന്ന് വെള്ളത്തിൻ്റെ ഒഴുക്ക് നിലച്ച് അവർ വാഗ്ദാന നാട്ടിലേക്ക് കടന്നുപോയി. ഇപ്പം ഇവിടെ എന്ത് സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതാരാണ് ജോർദാൻ വറ്റിക്കണത്? വാഗ്ദാന പേടക പ്രകാരം വിശ്വാസത്തിൻ്റെ ജീവിതവും പ്രാർത്ഥനാ ജീവിതവും ഇവർ നയിക്കുമ്പോൾ ദൈവമാണ് ജോർദാൻ പറ്റിക്കണത്. അതറിയണമെങ്കിലേ പുറപ്പാട് 14:14 കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി. അതാണ്. അപ്പം കർത്താവാണ് ജോർദാൻ പറ്റിച്ചതും കർത്താവാണ് ജെറിക്കോ തകർത്തതും. അപ്പം നമ്മളെ ഉടമ്പടി എടുത്ത് വാഗ്ദാന പ്രകാരം ശാന്തമായി ജീവിക്കുമ്പോൾ ബാക്കി നമ്മുടെ അനുഭവിക്കുന്ന എല്ലാ പ്രയാസങ്ങളുടെ മേലും ദൈവിക ഇടപെടലുണ്ടാകും. ദൈവിക ഇടപെടൽ ഉണ്ടാകാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഉടമ്പടി എടുത്ത് ശാന്തമായി ജീവിക്കണത്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ. ഹല്ലേലൂയ. അപ്പോൾ അത് കാണുമ്പോഴത്തേക്കും ഓരോ ദിവസമായി ഇൻവെസ്റ്റിഗേഷൻ ഇട്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ജീവിതം പോയി. ഇതോടെ എല്ലാം തീർന്ന് മകത്താവും. അവരെന്തായാലും കേസിടും. നമ്മളെ കൊണ്ടൊന്നും സാധിക്കില്ല. ഇതെന്തൊക്കെ പ്രശ്നമാണ്. കൂട്ടുകാരും പത്രത്തിലും എല്ലാവരും അറിഞ്ഞ്
വീട്ടിൽ കയറി വരും. വലിയ പ്രശ്നമാണ്, പേടിയാണ്. അപ്പോൾ ഞങ്ങൾ അന്ന് കോയമ്പത്തൂരാണ്. കോയമ്പത്തൂരിൽ CBI വരുമ്പോൾ ഞാൻ വഴിയില്ല, ഇവിടെ കൊച്ചി വരിക. ഇവരുടെ അസിസ്റ്റൻ്റ് വന്നിട്ട് ഇവർ ഇൻകം ടാക്സുകാരെ ആദ്യം വിട്ടത്. വീടൊക്കെ ലോക്ക് ചെയ്ത് ഇട്ട് സീൽ ചെയ്ത്, വീട്ടിലാരും ഉണ്ടായിരുന്നില്ല. അടുത്ത ദിവസം ഇൻകം ടാക്സുകാരെ കൊണ്ട് പറയിപ്പിച്ച് ഇവിടെ ഇൻവെസ്റ്റിഗേഷൻ ഉണ്ട്, ഇവിടെ വന്നോന്ന് പറഞ്ഞു. കൊന്തയൊക്കെ ചൊല്ലി പ്രാർത്ഥിച്ച് ഇതുപോലെ ഇത് ഭാരമായിട്ട് തോന്നുന്നൊക്കെ പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചിട്ടേക്കാണ് വന്നത്. പിന്നെ ദൈവമുണ്ട്, ഇതെല്ലാം ദൈവം നമുക്ക് നേരത്തെ അറിയിച്ചിട്ടുള്ളതല്ലേ. അപ്പോൾ നിയന്ത്രണം ദൈവത്തിൻ്റെ കയ്യിൽ, അത് ശാന്തശീലതയാണ്. അങ്ങനെ ഞാൻ വന്ന് വീട്ടിൽ നിൽക്കുകയാണ്. ഇപ്പം ഇൻവെസ്റ്റിഗേഷൻ വരും, ആൾക്കാരൊക്കെ കൂടും, വലിയ പ്രശ്നമാണെന്ന് പറഞ്ഞ് ഞാൻ കുറച്ച് നേരം നിൽക്കുമ്പോഴത്തേക്കും ദൈവം അമ്മ മാതാവ് ഇത് പൊതിഞ്ഞ് കളയും, ഈശോ ഇതിനെ പൊതിയും. അതാണ് ഞാൻ ലഘുവാക്കുമെന്ന് പറഞ്ഞത്. നിൻ്റെ ഭാരങ്ങൾ നീ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കുക, ഞാൻ ലഘുവാക്കി തരാമെന്ന് പറഞ്ഞത്. പ്രൈസ് ദി ലോർഡ്. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്കൊരു ഫോൺ വന്ന്, അത് CBIയുടെ ഒരു ഉദ്യോഗസ്ഥരാണ്. പുള്ളിക്കാരൻ പറഞ്ഞ് ഞങ്ങൾ വണ്ടി റിപ്പയറായി, ഞങ്ങൾ വേറെ വാടക വണ്ടി എടുത്താണ് വരുന്നത്, വീട് കണ്ടുപിടിക്കാൻ പറ്റില്ലെന്ന്. ഒരു റെയ്ഡിൽ നിന്ന് ആൾക്കാരാണ് ചോദിക്കുന്നത്. അപ്പോൾ വീട് എക്സാക്ട്ലി എവിടെയാണെന്ന് പറഞ്ഞു. അപ്പോൾ അവരുടെ ഡ്രൈവറിന് അറിയാമായിരുന്നു, അയാൾ വണ്ടി റിപ്പയറായിട്ട് അയാൾ എവിടെയോ ആ വണ്ടിയായിട്ട് അവിടെ നിൽക്കുക. അപ്പോൾ വേറെ വണ്ടി അവർ ഹയർ ചെയ്താൽ വന്നെ. എന്നിട്ട് ഞാൻ പോയി റോട്ടിൽ നിന്നാണ് ഇതേ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വിളിച്ചുകൊണ്ട് വരുന്നത്. ഇതാണ് ദൈവം ഇതിനെ അങ്ങനെ എന്നെ സിറ്റുവേഷനെ മാറ്റിക്കളഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരു CBI റെയ്ഡാ, ഞാനാണ് വിളിച്ചുകൊണ്ട് വരുന്നത് റോട്ടിൽ പോയി നിന്നുകൊണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നിട്ട് വീട്ടിലേക്ക് വന്ന് ഒരു കാര്യം ഫയലൊക്കെ നോക്കി, അതിൻ്റെ ഫയലുള്ള മുറി ഞങ്ങളെ ബെഡ്റൂമാണ്, കുറേ ഫയലിലെ റൂമാണ്. അതിലേക്ക് പോയിട്ട് അത് സീലൊക്കെ തുറന്ന് അകത്ത് കയറി. എല്ലാം എടുത്താലും അവിടെ ഒരു സഫോക്കേഷൻ, അവർക്ക് എന്തോ ഒരു പ്രശ്നമാണ്. എനിക്കത് ഫീൽ ചെയ്യുന്നുണ്ട്. കൺഫ്യൂസ്ഡാണ്. അവിടെ മൊത്തം ദൈവം അവരെ കൺഫ്യൂഷനിലേക്ക് ആക്കിയിരിക്കുക. എന്നോട് കുറേ ചോദ്യമൊക്കെ ചോദിച്ച്, അങ്ങനെയൊക്കെ ചോദിച്ച്, അതെല്ലാം ചോദിച്ച് പേപ്പറൊക്കെ കിട്ടി നോക്കിയിട്ട് അവർക്കൊന്നും മനസ്സിലാകണില്ല. ദൈവം അങ്ങനെ ആക്കി വിട്ടത്. അപ്പം ഞാൻ ഇത് സ്റ്റേറ്റ്മെൻറ്റൊക്കെ കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് അപ്പോൾ ഇത് CBI ഇൻവെസ്റ്റിഗേഷൻ്റെ ആ ഒരു പേടി എടുത്തു കളഞ്ഞ്. ഹല്ലേലൂയ. എന്നുവെച്ചാൽ ആ കുരിശിൻ്റെ ഭാരം എടുത്തു കളഞ്ഞ് അവർ തന്നെ അവിടെ നിന്ന് അവരുടെ ചിലവിന് അവർക്ക് വേണ്ടി ഭക്ഷണം ഓർഡർ ചെയ്ത് എനിക്കും വാങ്ങിച്ചു തന്ന്. അപ്പോൾ എനിക്കൊരു പൊതി തന്ന് ഭക്ഷണം കഴിക്കുക. ഞാൻ CBI എന്തൊക്കെയോ വലിയ പ്രശ്നമാണെന്നൊക്കെയാണ് വിചാരിച്ചതെന്ന്. ദൈവം അത് മാറ്റി. എന്നിട്ട് അതിൻ്റെ വലിയൊരു പോസ്റ്റിലെ SP ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. ഇൻവെസ്റ്റിഗേഷനൊക്കെ കഴിഞ്ഞ് ഏകദേശം കഴിയാറായി. സ്റ്റേറ്റ്മെൻറ്റൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞ് ഞാൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ, ഞാൻ ചെറുപ്പത്തിൽ ഡൽഹിയിലാണ് പഠിച്ചത്, അച്ഛൻ ആർമിയിലായിരുന്നു, ഞാൻ സെൻട്രൽ സ്കൂളിലാണ് പഠിച്ചത്, അവിടുത്തെ NCERT ക്യാമ്പസിലാണ് പഠിച്ചതെന്ന് പറഞ്ഞപ്പോഴത്തേക്കും, അപ്പോൾ നിങ്ങൾ ക്ലാസ് ടീച്ചർ ആരായിരുന്നു ചോദിച്ചു. ആരൊക്കെ ഉണ്ടായിരുന്നത് എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞ് ഒരു അബ്രഹാം മേഡം ഉണ്ടായിരുന്നു, അവരുണ്ടായി, ഇവരുണ്ടായിരുന്നൊക്കെ പറഞ്ഞപ്പോൾ, ഞാൻ നിൻ്റെ സീനിയറാണോ നിനക്കറിയാമെന്ന് ചോദിച്ചു. പ്രൈസ് ദി ലോർഡ്. ആ സിറ്റുവേഷൻ അങ്ങോട്ട് മാറിപ്പോയി. ഇൻവെസ്റ്റിഗേഷനൊക്കെ കഴിഞ്ഞിട്ടാണ്. അപ്പോൾ ഈ CBI ഇൻവെസ്റ്റിഗേഷനെ പോലും ദൈവം നമുക്കിത് വലിയ ഭാരമാണ്, അത് സഹിക്കാൻ പറ്റാത്ത ഭാരമാണെന്നുള്ളത് നമ്മൾ ദൈവത്തിലേക്ക് സമർപ്പിക്കുമ്പോൾ, ഇത് ഈശോ പറഞ്ഞ വാസ്തവമാണ്. പൊതിഞ്ഞ് കളയാം, നമ്മളങ്ങോട്ട് പൊതിഞ്ഞെടുത്തേക്കും. എൻ്റെ ചെറുപ്പത്തിലെ മക്കൾ ഞാൻ പൊക്കാമെന്ന് പറഞ്ഞിട്ട് പെട്ടി ഞങ്ങൾ എയർപോർട്ട് റെയിൽവേ സ്റ്റേഷനിൽ പോകുമ്പോൾ വാശി പിടിക്കും, എൻ്റെ മോനും മോളൊക്കെ കൂടി. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, നീ പൊക്കിടാന്ന് പറയും. എന്നിട്ട് അടിയിൽ കൂടി താഴെ ഭാരത്തെ ചുമന്നുകൊണ്ട് അവനെയും കൂടി തൂക്കിയെടുക്കും ഇങ്ങോട്ട്. പ്രൈസ് ദി ലോർഡ്. അവൻ്റെ പിടി മാത്രം, ഹാൻഡിൽ മാത്രം അവൻ്റെ കയ്യിൽ. അവനിക്ക് നല്ല സന്തോഷവും, ഞാനാണ് ഇത്രയും ഭാരം പൊക്കിക്കൊണ്ടിരിക്കണത്. പക്ഷെ അവനെയും ആ പെട്ടീനെയും ഞാനാണ് പൊക്കി പിടിച്ചിരിക്കണം. അത് തന്നെയാണ് നമ്മളെ അപ്പ, പിതാവ്. നമുക്ക് തോന്നും ദൈവത്തിലേക്ക് സമർപ്പിക്കുമ്പോൾ
ഇതെല്ലാം ഈ കുരിശെല്ലാം എനിക്കാണ്, ഈ 2 കോടി രൂപ കടമൊക്കെ എൻ്റെയാണ്. ദൈവം നിന്നെയും പൊക്കി ആ പ്രശ്നത്തിനെയും ഇങ്ങനെ പൊക്കി വയ്ക്കും. നിനക്ക് ആ ഒരു അവബോധം വേണം, നിൻ്റെ പിതാവാണെന്നുള്ളൊരു അവബോധം മാത്രം മതി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ കുരിശിനെ കൊണ്ട് കുറച്ച് നിങ്ങൾ ഒരിക്കലും പേടിക്കരുത്. കുരിശ് നിങ്ങളെ നിത്യതയിലേക്ക് എത്തിക്കും. നിങ്ങൾക്കുള്ള ഇപ്പോൾ പ്രശ്നം ഈ ഉടമ്പടി വെച്ചിരിക്കുന്നതെല്ലാം തന്നെ ഇത് നിങ്ങളെ നിത്യതയിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ ആരും നിയോഗം ഒക്കെ വെച്ചിട്ടില്ലേ? ഇതുവഴി നിങ്ങൾ ദൈവമായിട്ട് ഒരു ബന്ധം സ്ഥാപിക്കും. ഇതൊരു കുരിശായിട്ടെടുത്ത് ദൈവത്തിൻ്റെ കൂടെ നടക്കുമ്പോഴത്തേക്കും ഇതിൻ്റെ അവസാനം, കുരിശിൻ്റെ അവസാനം മഹത്വത്തിലേക്ക് എത്തിക്കും, നിത്യതയിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ദൈവം നിങ്ങളെല്ലാവരെയും വിളിച്ചിരിക്കണം ഉടമ്പടിക്ക് വേണ്ടി. പ്രൈസ് ദി ലോർഡ്. അതാ ദൈവം ആഗ്രഹിക്കുന്നത്. മാർത്തയോടും ഈശോ പറഞ്ഞ പോലെ എല്ലാ കാര്യത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. മേരി ഒരു കാര്യം മാത്രമേ ചിന്തിച്ചുള്ളൂ, ഈശോനെ ആരാധിച്ചുകൊണ്ടിരുന്ന്, ഈശോനെ കേട്ടുകൊണ്ടിരുന്ന്, സ്നേഹിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ദൈവം ആഗ്രഹിക്കുന്നത് വേറെ ഒന്നിനെക്കുറിച്ചും ചിന്തിക്കേണ്ട കാര്യമില്ല. നീ എൻ്റെ സാന്നിധ്യത്തിലാണെന്നുള്ളൊരു ബോധ്യം മാത്രം മതി. എപ്പോഴും ദൈവത്തെക്കുറിച്ച് ചിന്തിച്ചാൽ മാത്രം മതി. വേറെ എന്ത് ചിന്തിച്ചിട്ടും കാര്യമില്ല. അതുകൊണ്ട് ഒരു പരിഹാരം കിട്ടാമൊന്നുമില്ല. എല്ലാത്തിൻ്റെയും ഉത്തരം ദൈവത്തിൻ്റെ കയ്യിലാണ്, അമ്മ വഴി ഈശോയുടെ കയ്യിലാണ്. അപ്പോൾ ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ പല കാര്യത്തെക്കുറിച്ച് ചിന്തയാണ്. ഉടമ്പടിക്ക് എന്തൊക്കെ നിയോഗങ്ങൾ വയ്ക്കണം, അതുപോലെ വീട്ടിലെന്തായിട്ടുണ്ടാവും, പല കാര്യം നമ്മൾ ചിന്തിക്കേണ്ട ഒറ്റ കാര്യമുള്ളൂ. ഞാൻ ദൈവത്തിൻ്റെ മുമ്പിലാണ്, എല്ലാം സാധ്യയായവൻ്റെ മുമ്പിലാണ്, എന്നോട് കരുതൽ ഉള്ളവൻ്റെ മുമ്പിലാണ്. അതുമാത്രം ചിന്തിച്ചാൽ മതി. അതിന് സന്തോഷം വേണം, സന്തോഷിച്ചിരിക്കുക. നിങ്ങളുടെ മനസ്സിൽ സങ്കടം ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ ദൈവ സാന്നിധ്യത്തിലില്ല. അതുപോലെ തന്നെ ഉടമ്പടി ചെയ്യാൻ വന്നിട്ടുള്ളവരെല്ലാം നിങ്ങൾ അറിയേണ്ടത് വിളിക്കപ്പെട്ടവരാണ്. ഉടമ്പടി ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ബോധ്യം വേണം, ഞാനും അമ്മയും വേറെ ഇല്ല, ഒരേ കുടുംബമാണ്. അത് സന്തോഷിക്കേണ്ട കാര്യമാണ്. ഇനി ഞാൻ, എൻ്റെ അമ്മ എല്ലാം ഒരു കുടുംബമാണ്. ആ കുടുംബത്തിലെ അംഗമാണ് ഞാൻ. അമ്മ എൻ്റെ കൂടെ ജീവിക്കും. അത് നീ എന്ത് അവസ്ഥയിലാണെങ്കിലും, നീ വാടക വീട്ടിലാണെങ്കിലും, നീ റോട്ടി താമസിച്ചാലും, കൂരയിലാണ് താമസിക്കണമെങ്കിലും, അമ്മ നിൻ്റെ കൂടെ വരും. ആ ഒരു ബോധ്യം നിനക്കുണ്ടാകണം. ഈ വിളി എന്ന് പറയണത് ശുശ്രൂഷ ചെയ്യാനുള്ള വിളിയാണ്. ഖാനയിൽ വെച്ച് അമ്മ അവൻ പറയുന്നത് ചെയ്യാമെന്ന് പറഞ്ഞത് അവിടുത്തെ ജോലിക്കാരോടാണ് പറഞ്ഞത്. അപ്പോൾ ജോലി ചെയ്യാൻ വിളിക്കപ്പെട്ടവർക്കാണ് ഈ ഉടമ്പടി ചെയ്യുമ്പോൾ വിളിക്കപ്പെടും. ദൈവത്തിൻ്റെ സ്വന്തം ആകാൻ വിളിക്കപ്പെടും. നിങ്ങളുടെ നിയോഗങ്ങൾക്ക് അതൊക്കെ ഒരു സമ്മാനമാണ്. അതിൻ്റെ കൂടെ ഇതൊരു നിലപാടാണ്. ദൈവത്തിൻ്റെ കൂടെ നടക്കണം, ദൈവമായിട്ട് ജീവിക്കണം, ദൈവത്തിൻ്റെ കൂടെ ജീവിക്കണം, ദൈവം ആഗ്രഹിക്കുന്ന പോലെ ജീവിക്കണം. അതാണ് ഉടമ്പടി വിളി. നിങ്ങൾ അങ്ങനെ ജീവിക്കുമ്പോൾ ദൈവം നിങ്ങളെ പ്രയോജനപ്പെടുത്തും. ദൈവത്തിൻ്റെ ജോലിക്കായി നിങ്ങളെ ഉപയോഗിക്കും. അതിനാണ് നമ്മളെല്ലാവരും വിളിക്കപ്പെട്ടവർ. നമ്മൾ വേറെ ഇല്ല, ദൈവത്തിൻ്റെ സ്വന്തം വിളിക്കപ്പെട്ടവരാണെന്നുള്ളൊരു ബോധ്യം വേണം. നിൻ്റെ കഴിവ് എന്ത് തന്നെ ആയിക്കോട്ടെ, ചിലപ്പോൾ മര്യാദയ്ക്ക് പ്രാർത്ഥിക്കാൻ അറിയില്ലായിരിക്കാം,
അതുപോലെ ഇതിനെക്കുറിച്ച് വചനത്തെക്കുറിച്ച് പോലും കൂടുതൽ അറിയില്ലായിരിക്കാം. പക്ഷെ നീ ഉടമ്പടി പാലിച്ചു കഴിയുമ്പോൾ, അതിനാണ് ഈ ബൈബിൾ വായിക്കണം, നീ പ്രവർത്തിച്ചാൽ മതി, ബാക്കി കൃപയൊക്കെ അമ്മ തന്നോളും, നിന്നെ വളർത്തിക്കോളും. അപ്പോൾ ഇതിൽ ഉടമ്പടിയിലായിരിക്കുമ്പോൾ പരിപൂർണമായിട്ട് ദൈവത്തെ ആശ്രയിച്ച് ജീവിക്കുക. സ്വന്തം കഴിവിനെയോ മറ്റുള്ളവരെയോ ഇല്ല. ദൈവം ആഗ്രഹിക്കുന്നതാണ് മക്കളായ അമ്മ എപ്പോഴും ദൈവത്തെ ആശ്രയിച്ച് ജീവിക്കുക. ദൈവത്തിന് ഭയങ്കര സന്തോഷമാണ്. നമുക്കാണെങ്കിലും എല്ലാ കാര്യത്തിലും മക്കളെ നമ്മളെ അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ, കുഞ്ഞ് വന്ന് നമ്മളെ ഒരു കാര്യം ചോദിക്കുമ്പോൾ അത് ചിലപ്പോൾ ബുദ്ധിമുട്ടായി തോന്നിയാലും ഭയങ്കര സന്തോഷമാണ്. എല്ലാ കാര്യത്തിലും ചോദിക്കുക, ആശ്രയിച്ചിരിക്കുക. എൻ്റെ ദൈവം നോക്കിക്കോളും, എൻ്റെ കൂടെ എൻ്റെ അമ്മയുണ്ട്, എനിക്കെന്താണ് പ്രശ്നം? എല്ലാ കാര്യത്തിലും ഇങ്ങനെ ആശ്രയിച്ച് നിൽക്കുമ്പോഴത്തേക്കും ദൈവത്തിന് അത് ഭയങ്കര സന്തോഷമാണ്. നമ്മൾ ദൈവത്തിലേക്ക് ആശ്രയിക്കാൻ വേണ്ടിയിട്ടാണ് 2 കൊരിന്ത്യർ 1:9 വായിക്കുമ്പോഴത്തേക്കും പലപ്പോഴും ദൈവം നമുക്ക് സഹനങ്ങൾ അനുവദിച്ച് തരും. നമുക്ക് പലപ്പോഴും തോന്നും ഈ വചനം ഇങ്ങനെയാണ് പറയണത്, നമുക്ക് മരണശിക്ഷ കിട്ടിയ പോലെ അനുഭവം നമുക്ക് തോന്നിക്കും, അതിലേക്ക് കൂടി നമ്മൾ കടന്നു പോകുന്ന പോലെ തോന്നിക്കും. നമുക്കൊരു ഉത്തരവുമില്ല, വലിയ പ്രശ്നങ്ങൾ, ഒന്നിനും ഉത്തരവില്ലാത്ത പ്രശ്നങ്ങൾ നമ്മൾ അതിലേക്ക് കൂടി കടന്നു പോകുന്ന അനുഭവങ്ങൾ ചിലപ്പോൾ നമുക്ക് വരുന്നത്, അത് 2 കൊരിന്ത്യർ 1:9 പറയാണ്, പരിശുദ്ധാത്മാവ് പറയുക, അത് ദൈവത്തിലേക്ക് നീ ആശ്രയിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് ലൂക്ക 12:22 ഈശോ പറഞ്ഞത്, നീ എന്ത് ഭക്ഷിക്കണം, എന്ത് കുടിക്കണം, എന്ത് അണിയണമെന്ന് നീ ഉത്കണ്ഠപ്പെടേണ്ട. പ്രൈസ് ദി ലോർഡ്. മത്തായി 6:32 വീണ്ടും ദൈവം പറയുകയാണ്, നിനക്ക് എന്തൊക്കെ ഇതെല്ലാം നിനക്ക് ആവശ്യമാണെന്ന് നിൻ്റെ സ്വർഗസ്ഥനായ പിതാവിന് അറിയാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പക്ഷെ നമുക്ക് ഇതെല്ലാം എവിടെയാണ് തെറ്റിപ്പോകുന്നത്? ഇവിടെ ഇതെല്ലാം ആശ്രയം തെറ്റിപ്പോകുന്ന സ്ഥലം എവിടെയാണ്? നമുക്കെല്ലാമുള്ള കുഴപ്പം നമ്മളുടെ ശക്തിയിൽ ആശ്രയിച്ച് നിൽക്കും, ഈ ലോകത്തിൽ ആശ്രയിച്ച് നിൽക്കും, സ്വന്തം ബന്ധത്തിൽ ആശ്രയിക്കും, സുഹൃത്തുക്കളിൽ ആശ്രയിച്ച് ജീവിക്കും, നമ്മുടെ ജോലിയിൽ സമ്പത്തിൽ ആശ്രയിച്ച് നമ്മൾ ജീവിക്കുമ്പോഴാണ് തെറ്റിപ്പോകുന്നത്. പ്രൈസ് ദി ലോർഡ്. അത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഇതെപ്പോഴും ഒരു നോട്ട് ഉണ്ടാകണം കേട്ടോ. എവിടെ വരുമ്പോഴും ദൈവം നിങ്ങളോട് ചിലപ്പോൾ സംസാരിക്കും. നിങ്ങളോട് സംസാരിക്കണമെങ്കിൽ ദൈവത്തിന് തോന്നുന്നു നിങ്ങൾ സീരിയസ് ആണെന്ന്. സീരിയസ് ആകുമ്പോഴാണ് ദൈവം സംസാരിക്കുന്നത്. സീരിയസ് ആയവരെല്ലാം ദൈവം സീരിയസ് ആയിട്ട് കാണും. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ ദൈവത്തോട് ആത്മാർത്ഥ, അച്ഛൻ എപ്പോഴും പറയും, നിങ്ങൾ സിൻസിയർ ആകുമ്പോഴത്തേക്ക് ദൈവം സീരിയസ് ആവും നിങ്ങളുടെ അടുത്ത്. നിങ്ങൾ സീരിയസ് ആയിട്ട് ദൈവത്തെ കാണുമ്പോൾ ദൈവം നിങ്ങളോട് സിൻസിയാരിറ്റി കാണിക്കും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ എപ്പോഴും ഒരു ബൈബിള് എപ്പോഴും കയ്യിലുണ്ടാവണം. ഒരു ബാഗ്, നിങ്ങൾക്ക് എത്ര ഹാൻഡ് ബാഗ് ഉണ്ടോ, ചില പെണ്ണുങ്ങൾക്ക് 3-4 ഹാൻഡ് ബാഗ് ഉണ്ട്. എല്ലാ ബാഗിലും ഒരു ബൈബിളും ഒരു വചനത്തിൻ്റെ നോട്ട്ബുക്ക് ഉണ്ടാകണം. അതിൽ നോട്ട് ചെയ്ത് വയ്ക്കണം, 1, 2, 3, 4 എന്ന് പറഞ്ഞു. എന്നിട്ട് ഇത് നിങ്ങൾക്കൊരു പ്രശ്നം വരുമ്പോൾ ഇതൊന്ന് മറിച്ച് നോക്കണം. നിങ്ങൾക്കൊരു ഉത്തരം ലഭിക്കാത്ത സമയം വരുമ്പോൾ അതൊക്കെ മറിച്ച് നോക്കണം. ദൈവം നിങ്ങളോട് സംസാരിക്കും. അതുപോലെ ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ദൈവ സാന്നിധ്യത്തിലുള്ളപ്പോൾ ഇവിടെ ദൈവം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ളൊരു ബോധ്യം കൂടി നിങ്ങൾക്ക് വേണം. ഉടമ്പടി എടുക്കാൻ നിങ്ങൾ വിളിക്കപ്പെട്ടവരാകുമ്പോൾ, വിളിക്കപ്പെടാതെ ഒരാൾക്കും എൻ്റെ അടുത്ത് വരാൻ പറ്റില്ലെന്നാണ് ഈശോ പറഞ്ഞത്. അപ്പോൾ വിളിക്കപ്പെട്ടവരാണ്. എന്തിനാണ് വിളിക്കപ്പെട്ടവർ?
നിങ്ങൾക്ക് നന്മ ചെയ്യാൻ ദൈവം ആഗ്രഹിക്കുക. നിങ്ങളെക്കുറിച്ച് ദൈവത്തിന് പദ്ധതിയുണ്ട്. അത് നിറവേറ്റണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ദൈവ സാന്നിധ്യത്തിലായിരിക്കണം. നിങ്ങൾ ജീവിതം മാറിയിട്ടുണ്ട്. നിങ്ങൾ ഇവിടെ വന്നപ്പോൾ തന്നെ ജീവിതം മാറിയിട്ടുണ്ട്. ദൈവ സാന്നിധ്യത്തിൽ എത്തിയപ്പോൾ തന്നെ മാറിയിട്ടുണ്ട്. സങ്കടപ്പെടാതിരിക്കുക, സീരിയസ് ആയിരിക്കുക, സിൻസിയറായിരിക്കുക ദൈവത്തോട്. പ്രൈസ് ദി ലോർഡ്.